ഏവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഈയിടെയായി ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു സർവേ എനിക്ക് നടത്തേണ്ടതായി വന്നു. സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിവിധ തലത്തിൽപ്പെട്ട ആളുകളുമായാണ് ആ സർവേ ഞാൻ നടത്തുന്നത്. അത് വിദ്യാർത്ഥികൾ തുടങ്ങി പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞ കുട്ടികൾ, പല തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, ഇങ്ങനെ വിവിധ സെലക്റ്റഡ് ടീമുമായിട്ടാണ് ആ സർവേ നടത്തുന്നത്. അതിൽ നിന്ന് തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത് വളരെ വിചിത്രമായ സ്വഭാവമായിരുന്നു എന്നുള്ളതാണ്. കുട്ടികളൊക്കെ പൊതുവെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനാണ് അവർക്ക് താല്പര്യം. അവർക്ക് പഴയ കാര്യങ്ങളിലേക്ക് അതിൽ കേൾക്കുന്നതിനോ അതറിയുന്നതിനോ വലിയ താല്പര്യമൊന്നുമില്ല. പുതിയ രീതിയിലുള്ള അറിവ് അവർ തന്നെയല്ല, അവരുടെ അറിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അസാധാരണമായ അറിവാണ്. നമ്മളൊക്കെ കാണാത്ത കേൾക്കാത്ത ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നന്നായി അറിയാം എന്നുള്ളതാണ്. അതിങ്ങനെ മുകളിലേക്ക് പോകുന്തോറും ആ അറിവ്, പ്രത്യേകിച്ച് ഡിജിറ്റൽ മേഖലയിലുള്ള കുട്ടികളുടെ അറിവ് വളരെയധികം വികസിച്ച് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാണുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ മോറലി എത്തിക്കലി ഉള്ള വാല്യൂസിനൊക്കെ അവിടെ ഇങ്ങനെ ശോഷിച്ച് വരുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട്. അത് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, അതായത് പ്രൊഫഷണൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതുമായ കുട്ടികളിലേക്ക് ചെല്ലുമ്പോൾ അതിനേക്കാൾ വിചിത്രമാണെന്നുള്ളതാണ്. അവർ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നന്നായി പുതിയ പുതിയ ആധുനിക കാര്യങ്ങളൊക്കെ അവർ കേട്ടിട്ടുണ്ട്. ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവ വികാസങ്ങളെയും ശാസ്ത്രത്തിലുള്ള പുരോഗതിയൊക്കെ അവർക്കറിയാമെന്നുള്ളതാണ്. പക്ഷേ അവരിൽ ഞാൻ കണ്ടത്, നമ്മളിപ്പോൾ ഒരു സമയം നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഉത്തരവാദിത്തക്കുറവ് പലപ്പോഴും എന്നെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ ആ കുട്ടികളൊക്കെ തന്നെ അവർ ആ സമയം മറക്കുകയും അപ്പം ഞാൻ പറയും, നീ മല അവിടെ തന്നെ നിൽക്കുള്ളൂ, നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം കാണാൻ സാധിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഇങ്ങനെ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയാണ്. കുറേ കൂടെ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ആ രംഗത്ത് പല വിധത്തിലുള്ള ആളുകളുണ്ടെന്നുള്ളതാണ്. അതായത് ജോലിയോടും തങ്ങളുടെ പ്രവർത്തന മേഖലയോടും വലിയ കമ്മിറ്റ്മെൻറ്റും വലിയ സ്നേഹവും അർപ്പണബോധമൊക്കെ ഉള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊന്നുമില്ലാത്ത, സമയം കഴിച്ചുകൂട്ടി തിരിച്ചു പോകുന്ന ആളുകളുമുണ്ട് എന്നുള്ളതാണ്. ഞാനപ്പോൾ ആലോചിച്ചത് എന്താണ് ഈ സംഭവം, എവിടെയൊക്കെയോ പല കുഴപ്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ ഈ പഠനങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ബോധവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇതിൽ കാതലായിട്ടുണ്ട് എന്നുള്ളതാണ്. കുട്ടികളുടെ ബോധത്തെ കൃത്യമായ ഡൈമെൻഷനിലൂടെ, കൃത്യമായ വശങ്ങളിലൂടെ നാം മനസ്സിലാക്കുകയും അവരിൽ ആ ബോധം ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ നന്നായി വരിക എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഇങ്ങനെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, എന്താണ് ബോധം, ഇതെവിടെ ഉണ്ടാകുന്നു, ഇതെങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്, എവിടെ ഇത് സൂക്ഷിക്കുന്നു, എവിടെ നിന്നാണ് ഇത് ആവശ്യത്തിന് പ്രവർത്തിച്ചു വരുന്നത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പം നമ്മൾ കുട്ടികളെടുത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, അവരുമായി നമ്മൾ സംവദിക്കുമ്പോൾ വളരെ അതിശയകരമായ, നമ്മളൊക്കെ കേൾക്കാത്ത ചില അനുഭവങ്ങൾ അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ചില കുട്ടികളുമായി സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ അവരെ മുമ്പിൽ ഇട്ടുകൊടുക്കുകയാണ്. ഇങ്ങനെയാണ് അവർക്ക് ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു അവസരമുണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ കുട്ടികൾ അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ആലോചിക്കുകയില്ല. ഇത് നമ്മുടെ പഠന പ്രക്രിയയിൽ സ്വാഭാവികമായി ഉണ്ടായി വരേണ്ട ഒരു രീതിയാണ്. അതായത് ഒരു വിഷയം കിട്ടിയാൽ, ഇപ്പോൾ നമ്മൾ ഒരു മാപ്പ് എടുത്ത്, അതായത് ഈ ലോകത്തിൻ്റെ ഒരു മാപ്പ് എടുത്ത് കുട്ടികളെ കാണിച്ചിട്ട്, പലപ്പോഴും ഈ
ജിയോഗ്രഫിയൊക്കെ പഠിപ്പിക്കുമ്പോൾ മാപ്പൊക്കെ നമ്മൾ സർവ്വസാധാരണമായ എല്ലാ സ്കൂളുകളിലും കാണുന്ന ഒരു സാധനമാണ്. ഈ മാപ്പിൽ എന്തെങ്കിലും പ്രത്യേകതകൾ, അതായത് അസ്വാഭാവികമായ എന്തെങ്കിലും ഒരു രീതി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് കുട്ടികൾ ആ മാപ്പിൽ ഇങ്ങനെ പരതി നടക്കുന്നത്. അപ്പോൾ വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ അവർ അതിൽ നിന്ന് കണ്ടെത്തും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു മൃഗഡോക്ടർക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവം ഞാൻ പങ്കുവച്ചപ്പോൾ, അതായത് ഈ അമേരിക്കൻ മൃഗഡോക്ടർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫോറിനേഴ്സിനൊക്കെയുള്ളൊരു പ്രത്യേക സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷയത്തെക്കുറിച്ച് അവർ വളരെ ആഴത്തിൽ അതിനൊരു കൺസെപ്ച്വൽ ലേണിംഗ്, അതിനൊരു പ്രൊസീജിയർ ലേണിംഗ്, അതിനെ ഒരു മെറ്റാ കോഗ്നിറ്റീവ് തലത്തിലേക്ക് അവർ വികസിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഒരുപാട് മൃഗങ്ങൾ, അവർ പ്രത്യേകിച്ച് അവരൊക്കെ വലിയ മൃഗസ്നേഹികളാണ്. പൂച്ചയോടും പട്ടിയോടും തത്തയോടും ഒക്കെ മറ്റ് പക്ഷികളോടൊക്കെ വളരെ സ്നേഹമുള്ള ആളുകളാണ്. അപ്പോൾ മൃഗഡോക്ടറെ അടുത്ത് ഇങ്ങനെ വിവിധ തരത്തിലുള്ള പിന്നെ പക്ഷികളെയും ജന്തുക്കളെയും കൊണ്ടുവരുന്നതിനിടയിൽ ചില പൂച്ചകളെ കുറിച്ചിട്ടുള്ള ചില വളരെ രസകരമായ കൗതുകകരമായ ചില പഠനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വലിയ വലിയ ഫ്ലാറ്റുകളിൽ, ഇപ്പോൾ അമേരിക്കയിലൊക്കെ നമുക്കറിയാം, വലിയ വലിയ നിലകളുള്ള ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ചെറിയ നിലകളാണെങ്കിൽ, അതായത് ഒരു 4-മത്തെയോ 5-മത്തെയോ നിലയിൽ നിന്നൊക്കെ പൂച്ച വീണ് അപകടം ഉണ്ടാകുമ്പോൾ മൃഗഡോക്ടറുടെ അടുത്തേക്ക് വരും. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ അടുത്തൊരു പൂച്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പൂച്ചയും കൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറ്റി, കാലൊടിഞ്ഞ്, ഓക്കെ, ഈ മരുന്ന് ചെയ്യുക. പക്ഷേ അവർ അതിൽ നിന്നും കുറച്ചും കൂടെ അന്വേഷിക്കുന്ന, കുറച്ചും കൂടെ കൂടുതലായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. എത്രാമത്തെ നിലയിൽ നിന്നാണ് വീണത്, അതിൻ്റെ സമയം എപ്പോഴാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സാഹചര്യം എന്നൊക്കെ വീണ സാഹചര്യങ്ങളൊക്കെ നോക്കി കൃത്യമായി അവരവിടെ കുറിച്ചു വെക്കുകയാണ്. ഇങ്ങനെ ഒരു പഠന റിപ്പോർട്ട്, ഈ പൂച്ചകൾ ഉന്നതമായ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നത്, വലിയ ഉയരങ്ങളിൽ നിന്ന് വീഴുമ്പോൾ അവർക്കുണ്ടാകുന്ന ഡാമേജസ്, ചെറിയ ഹൈറ്റിൽ നിന്നുണ്ടാകുന്ന ഡാമേജസ്, ഇത് കുട്ടികളൊക്കെ ഇങ്ങനെ കൗതുകപൂർവ്വം കേട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ നിലയിൽ നിന്ന് വീഴുമ്പോൾ, ചെറിയ ഹൈറ്റിൽ നിന്ന് വീഴുമ്പോൾ പൂച്ചയ്ക്ക് അപകടമുണ്ടാകുന്നു, ഫ്രാക്ചർ ഉണ്ടാകുന്നു. മറിച്ച് വലിയ നിലകളിൽ നിന്ന്, ഉന്നതമായ ഉയരങ്ങളിൽ നിന്ന് വീഴുമ്പോൾ പൂച്ച രക്ഷപ്പെടുന്നു. ഇതിനെക്കുറിച്ചൊരു പഠനം, ഈ പഠനത്തിൻ്റെ റിസൾട്ട് ഇവർക്കറിയാനുള്ള ആഗ്രഹമാണ്. അതായത് വലിയ ജാഗ്രതയാണ്, എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ അവരുടെ ബോധം തെളിയിക്കുന്ന പ്രക്രിയ, കുട്ടികളുടെ ബോധം വളരെ ചെറുപ്പത്തിലേ നാം തെളിയിച്ച് നമ്മൾ കുട്ടികളെ സന്ദർഭോചിതമായി വിഷയങ്ങളെ വിലയിരുത്താനും അതിനെ മനസ്സിലാക്കാനും അതിൻ്റെ യാഥാർത്ഥ്യവശങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ചിന്ത അവരിൽ രൂപപ്പെട്ടു വരികയാണ്. ഇപ്പോൾ ചില ഇൻ്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ ചില കുട്ടികൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, പലപ്പോഴും അവർക്ക് ഒന്നാമത്തെ ഭയങ്കര പേടിയായിരിക്കും. ആ ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അവരുടെ ശരീരഭാഷയിൽ നമുക്ക് നന്നായി കാണാൻ സാധിക്കും. അപ്പോൾ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കോളറൊക്കെ ഇങ്ങനെ പിടിച്ച്, അതായത് ചില ചോദ്യങ്ങൾ വരുമ്പോൾ അവർക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ കാണിക്കുന്ന, ഇവരറിയാതെ നടക്കുന്ന ഒരു ആക്ഷനാണെന്നുള്ളതാണ്. പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ വിരലിൽ പിടിച്ച് ചിലപ്പോൾ ആ വിരൽ നമുക്ക് തന്നിട്ട് പോകുന്നുള്ള ഒരു രീതിയിലാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനോടൊക്കെ പ്രതികരിക്കുന്നത്. ഈ കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതൊക്കെ ബോധത്തിൻ്റെ ഭാഗമായി വരേണ്ടതാണ്. പലപ്പോഴും വലിയ ഉന്നത പഠിച്ച നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ടുള്ള ആളുകളൊക്കെ പലപ്പോഴും പെരുമാറ്റത്തിൻ്റെ അതായത് അങ്ങനെ ഒരു സ്വഭാവം വേണം എന്നുള്ള ഒരു ആശയം അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല. ഞാൻ മനുഷ്യരോട് പെരുമാറുമ്പോൾ വളരെ പ്ലീസിങ് ആയിരിക്കണം എന്നുള്ള ഒരു അപരബോധം ചെറുപ്പത്തിൽ രൂപപ്പെട്ടു വരാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾ. ചില ആളുകളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ മലയാളമല്ലേ പറയുന്നത്, വേറെ ഭാഷയിലല്ലോ എന്നൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതായത് ഇവരുടെ ബോധം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ ബ്രെയിനിലേക്ക് ചെന്ന് ആ ഫ്രോണ്ടൽ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളാണത്. ഇത് കുറേ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും ശരിയാക്കാൻ വലിയ പ്രയാസമാണ്. അപ്പം നമ്മൾ ബോധത്തെ
വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ വീടുകളിലായാലും സ്കൂളുകളിലായാലും സമൂഹത്തിലായാലും ഒക്കെ ഈ ബോധത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിന്, അത് നമ്മുടെ ബ്രെയിനിൻ്റെ മൊത്തം പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ഒരാകത്തുകയാണ് ഈ ബോധം എന്ന് പറയുന്നത്. അത് തലച്ചോറിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ പഴയ ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മൾ തലച്ചോറിൻ്റെ 20% ഉപയോഗിക്കുന്നതൊക്കെ വളരെ തെറ്റായതാണ്. നമ്മളെ തലച്ചോറിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നാം ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നടക്കുന്ന, ഫങ്ഷനിൽ നടക്കുന്ന ചില പോരായ്മകളാണ് ഇത്തരത്തിലുള്ള അപാകതകൾ ഉണ്ടാകുന്നത്. അബ്രഹാം ലിങ്കനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, താങ്കൾക്ക് ശത്രുക്കളുണ്ടോ? ഇല്ല, എല്ലാ ശത്രുക്കളെയും ഞാൻ മിത്രങ്ങളാക്കുകയാണ്, അപ്പോൾ എനിക്ക് ശത്രുക്കളില്ല. ഈ ഒരു ബോധത്തിലേക്ക് നാം വരാനുള്ള ഒരു വലിയ പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. അത് നമ്മുടെ പ്രൈമറി തലം മുതൽ തന്നെ കുട്ടികളെ, പ്രീ പ്രൈമറി തലം മുതൽ തന്നെ കുട്ടികളെ കൃത്യമായി വസ്തുക്കളെ കണ്ട് അനലൈസ് ചെയ്യാനും, അവർക്ക് ഒരു അനലറ്റിക്കൽ ഒരു അനലറ്റിക്കൽ ഇൻ്റലിജൻസ്, ഒരു ക്രിട്ടിക്കൽ ഇൻ്റലിജൻസ്, അതിനെ പരിശോധിക്കാനുള്ള ഒരു ഇൻ്റലിജൻസ്, അതിൽ നിന്ന് പുതിയതായിട്ടുള്ള ഒരു ആശയം കണ്ടെത്താനുള്ള ഒരു ഇൻ്റലിജൻസ്, ഇങ്ങനെ അവരുടെ ഇൻ്റലിജൻസുകൾ, വിവിധങ്ങളായിട്ടുള്ള ഇൻ്റലിജൻസുകൾ, ആ പൊട്ടൻഷ്യൽ, അനലിറ്റിക്കൽ പൊട്ടൻഷ്യൽ, ഇതൊക്കെ നാം വളരെ ചെറുപ്പത്തിലെ ബോധപൂർവം അധ്യാപകർ ഒരു മാതൃകയായി നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഒരു ജ്ഞാനം വളരെ ചെറുപ്പത്തിലേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ചെറുപ്പത്തിലെ ശീലിച്ച ഇത്തരം ശീലങ്ങളാണ് അവരുടെ ഭാവിയിലും അവർക്ക് ജീവിതത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ബോധം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല. അത് വളരെ ആസൂത്രിതമായി, വളരെ സിസ്റ്റമാറ്റിക്കായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് നമുക്കത് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.